ഹലോ! ഒരു മുട്ട ഉണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ റൊട്ടിയോ ബ്രെഡോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടു ടേസ്റ്റിലുള്ള നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ളൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ ഒരു ഏത്തയ്ക്ക, അതായത് ബനാന ഉണ്ടല്ലോ, അതൊരെണ്ണം ചെറുതായി കുഞ്ഞായി അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 കഷ്ണം ഏലക്ക ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചെറിയ ജീരകം, ഒരു നുള്ള് ഉപ്പ്, പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് നമ്മുടെ മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര മധുരത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതേപോലെ ഒന്ന് അരച്ച് നന്നായിട്ടൊന്ന് എടുത്തിട്ട് കട്ടകളില്ലാതെ അരിച്ചെടുത്തേച്ച് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂണ് നമ്മുടെ കടലമാവുണ്ടല്ലോ, കടലമാവ് ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ കടലമാവും മിക്സും എല്ലാം കൂടെ കട്ടകളെല്ലാം ഉടച്ച് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ആ ഒരു ബാറ്ററിൻ്റെ ഒരു രീതിയിൽ കട്ടകളില്ലാതെ കട്ടിക്കല്ലാതെ നല്ലൊരു നമ്മുടെ ഏത്തപ്പഴമൊക്കെ പൊരിക്കുന്ന ഒരു ബാറ്ററില്ലേ, അതേപോലെ ആക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ഏത്തപ്പഴം ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണേ. എന്നിട്ട് ഞാൻ എടുത്തേക്കുന്ന റൊട്ടിയാണ് കേട്ടോ. ബ്രെഡും റൊട്ടിയും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ റൊട്ടി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ മുക്കി പൊരിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ബ്രെഡിന് കുറച്ചുകൂടെ ഒരു ഹാർഡല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ റൊട്ടിയാണ് എടുത്തേക്കുന്നത്. ബ്രെഡാണെങ്കിലും വിഷയമൊന്നുമില്ല, എന്തായാലും കുഴപ്പമില്ല. റൊട്ടിയാകുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ദാ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അല്ലാതെ കട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾ മൊത്തത്തിൽ മുക്കി ഒരു ബ്രെഡ് ഫുള്ളായിട്ട് മുക്കി പൊരിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാണെങ്കിലും കഴിച്ചാൽ പോരല്ലേ, ടേസ്റ്റും ഉണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദാ നമ്മൾ ആ ചെറിയ പീസ് എടുത്തിട്ട് നേരത്തെ ഉണ്ടാക്കിയ ബാറ്ററിൽ മുക്കി ഒരു എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ്. നമ്മൾ ആ ഏത്തപ്പഴം ഇങ്ങനെ മിക്സിയിൽ അടിച്ച് ആ ബാറ്ററിൽ ഇങ്ങനെ മുക്കി വറുത്തെടുക്കുമ്പം നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ. ആ മുട്ടയും എല്ലാം കൂടെ മിക്സൊക്കെ ചേർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ നല്ല റൊട്ടിയും കൂടെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ. ബ്രെഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ഹാർഡാവും, പക്ഷേ എന്തിലാണേലും ചേർത്ത് ഇതിൽ മുക്കി ഒന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. നമ്മളെപ്പോഴും ബ്രെഡ് ഓംലെറ്റ് എന്ന് പറഞ്ഞിട്ട് മുട്ട മാത്രം വെച്ചിട്ടല്ലേ ഇങ്ങനെ ഇതൊന്ന് ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണേ. ഇപ്പോൾ ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ ആരും ഇത് ചെയ്യാതിരിക്കല്ലേ. അധികം ചേരുവകളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഏത്തപ്പഴമൊക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം മുട്ടയും ബ്രെഡും ഒക്കെ വെച്ചിട്ട് പല വെറൈറ്റി സ്നാക്കുകളുണ്ടല്ലോ. അപ്പം ഇതിനകത്ത് ഏത്തപ്പഴം കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ട് ഈ ഏലക്കയും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതൊന്ന് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വെറൈറ്റി സ്നാക്കൊക്കെ കഴിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വേഗം കഴിക്കുകയും ചെയ്യും. അപ്പം നമുക്കൊരു സമാധാനം, വീട്ടിൽ തന്നെ നല്ല എണ്ണയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പം അതവർക്ക് ഹെൽത്തിയാണ്, കുഴപ്പമില്ലാതെ അവർ കഴിക്കുന്ന കാണുമ്പോൾ നമുക്കും സമാധാനമുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.